ദേ ഇങ്ങനെ നല്ല കുറുകിയ മുട്ട മപ്പാസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എഗ് റെസിപ്പീസിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ദേ ഈ മുട്ട മപ്പാസ്. നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിന്നർ റെസിപ്പിയാണ് നോക്കുന്നതെങ്കിൽ ദേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, പൊളിക്കും. ഇത് നല്ല അടിച്ച പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ കോമ്പിനേഷനാണ്. എങ്കിൽ പിന്നെ സമയം കളയണ്ട, പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയേക്കാം. ആദ്യമേ നമുക്ക് ഇരുമ്പ് ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞ് കുറച്ച് കടുകിട്ടം പൊട്ടിക്കാം. നമുക്കൊരു ചെറിയ കഷ്ണം പട്ടയും ഒരു 3 ഗ്രാമ്പും അങ്ങോട്ട് ഇട്ട് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് ഒന്ന് മൂപ്പിച്ചങ്ങെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് വഴറ്റി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഒരു 3 പച്ചമുളക് കീറിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഫ്ലെയിം നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഒരു ലോ ടു മീഡിയം അത് തന്നെ കീപ്പ് ചെയ്താൽ മതി കേട്ടോ. സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പോടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റാം. നമുക്ക് സവാള വഴറ്റി അങ്ങ് ഗോൾഡൻ നിറമൊന്നും ആക്കണ്ട കേട്ടോ. ഒന്ന് സോഫ്റ്റായി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ മസാലപ്പൊടികൾ ഇടുമ്പോൾ തീ നന്നായിട്ട് അങ്ങ് കുറച്ച് വെച്ചോ, കരിഞ്ഞൊന്നും പോകണ്ട. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ വേറെ ഒരു പൊടികളും ഇടുന്നില്ല. അതായത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ഇടുന്നില്ല. നമ്മളിതിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്, ചിക്കൻ മസാല ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അവസാനം കുറച്ച് കുരുമുളക് പൊടിയും. ഓക്കെ, അപ്പോൾ മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും ഒരു ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി കട്ട് ചെയ്തതും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ. നമ്മളിതൊരു വട്ടം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്ര എളുപ്പമായിരുന്നു എന്ന്. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ, അതായത് 2ാം പാൽ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമുക്കിത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ അതേ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 കഷ്ണം ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ കറിക്കൊരു നല്ലൊരു കൊഴുപ്പ് കിട്ടും. ദേ ഈ സമയം നമ്മൾ കറിയുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ പണി ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു 10% കൂടെ ഉള്ളൂ. അത് കണ്ട് ഇപ്പം കഴിയും, മതി. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് 1ാം പാൽ ചേർത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി നല്ല പുഴുങ്ങിയ മുട്ട ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 5 മുട്ട പുഴുങ്ങിയിട്ട് എല്ലാ സൈഡിൽ നിന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മുട്ടയ്ക്കകത്തോട്ട് നന്നായിട്ട് അങ്ങ് കയറും, മതി. ഇനി ഫ്ലെയിം നമുക്കങ്ങ് ഓഫാക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. ആ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോണ്ടല്ലോ ഒരടിപൊളി മണം വരും. മാത്രമല്ല നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മപ്പാസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ പൊറോട്ടയ്ക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ അടുത്ത വട്ടം നിങ്ങളൊരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, പൊളിക്കും. അപ്പോൾ എങ്ങനെയാ, എല്ലാം ട്രൈ ചെയ്ത് നോക്കില്ല അല്ലേ? ധൈര്യമായി ട്രൈ ചെയ്തോ, സൂപ്പർ റെസിപ്പിയാണ്. എങ്കിൽ പിന്നെ ശരി, വീഡിയോ ഇഷ്ടമായില്ലെന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.